25-ലേറെ മണ്ഡലങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമില്ലാതെയാണ് ഇക്കുറി മത്സരിക്കുന്നത്. ഇപ്പോഴൊരു മുന്നണി മാറ്റമുണ്ടായാൽ മുസ്ലിം ലീഗിന് അത് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്നാണ് മസ്കത്തിലെ KMCC പ്രവർത്തകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഇതുവരെ ഇക്കാലം വരെ കോണി ചിഹ്നത്തിൽ, അപ്പോൾ അവിടെയുള്ള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ചില ആളുകൾ മാത്രം തീരുമാനിച്ചിട്ട് അവിടെ കൈപ്പത്തി ഇത് വെച്ച്, അപ്പോൾ മുസ്ലിം ലീഗിന് അവിടെ റിബൽ സ്ഥാനാർത്ഥി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. അവിടെ നടക്കുന്ന ശരിക്ക് മുസ്ലിം ലീഗാണ് അവിടെ ഏറ്റവും കൂടുതൽ അച്ചടക്കം അവസാന ഘട്ടം വരെ പാലിച്ചത്, റിബലിനെ പിൻവലിച്ചുകൊണ്ട്. അല്ല, ഇതിന് ഇപ്പോൾ ഈ മുന്നണി ബന്ധത്തിന് ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടുത്തെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ മുന്നണിയിൽ തന്നെ തുടരുന്നതാണ് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് അഭികാമ്യമെന്നാണ് ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് വർഗീയ പാർട്ടികൾ അകറ്റണമെങ്കിൽ കോൺഗ്രസിന് കൂടെ നിൽക്കണമെന്ന് ഇന്ന് മുലായം സിംഗിനും അതല്ലെങ്കിൽ ലാലു പ്രസാദിനും അല്ലെങ്കിൽ നിതീഷ് കുമാറിനെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ യെച്ചൂരിയുടെ പാർട്ടിക്കും അത് തോന്നും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോഴേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇന്ന് ലീഗിനില്ല. അല്പ സ്ഥലങ്ങളിൽ ചില മുന്നണി മര്യാദയുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വലിയ രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ജനാധിപത്യ സംവിധാനവും കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് നല്ലത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസ് സഖ്യം അനിവാര്യമാണ് എന്നതിനാൽ UDF വിടാതിരിക്കലാണ് അഭികാമ്യമെന്നാണ് മസ്കത്തിലെ KMCC പ്രവർത്തകരുടെ ഉറച്ച അഭിപ്രായം. ക്യാമറ പേഴ്സൺ ബിനോസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.